എന്നാ ഇപ്പൊ ശരിയായിട്ടതാ. പെരും മഴയിൽ കയ്യിൽ തോക്കേന്തി പുറം തിരിഞ്ഞു നടക്കുന്ന മമ്മൂക്കയായിരുന്നു ദ ഗ്രേറ്റ് ഫാദറിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. മമ്മൂക്കയുടെ കഥാപാത്രത്തെക്കുറിച്ചും സിനിമയുടെ സ്വഭാവത്തെക്കുറിച്ചും കൃത്യമായ സൂചനകൾ നൽകാതെ രഹസ്യ സ്വഭാവത്തിലായിരുന്നു സിനിമയുടെ ചിത്രീകരണം. സിനിമ തുടങ്ങും മുമ്പ് മമ്മൂക്കയുടെ സ്റ്റൈലിഷ് ഗെറ്റപ്പിലുള്ള ഫാമിലി ത്രില്ലറായിരിക്കും സിനിമയെന്ന് ഹനീഫ് അദേനി പറഞ്ഞിരുന്നു. പുത്തൻ റെക്കോർഡുകൾ തീർത്ത ടീസറിലും മമ്മൂക്കയുടെ ഡേവിഡ് നൈനാൻ എന്ന നായക കഥാപാത്രത്തിന്റെ മുഖം വ്യക്തമായിരുന്നില്ല. പുതിയ പോസ്റ്ററിൽ ക്യൂബൻ വിപ്ലവ നായകൻ ഫിഡൽ കാസ്ട്രോയുടെ വേഷവിധാനത്തെ അനുസ്മരിപ്പിക്കുന്നുണ്ട് മമ്മൂക്കയുടെ ഡേവിഡ് നൈനാൻ. കുടുംബത്തിനു വേണ്ടി തോക്കെടുത്ത നായകനെയാണ് ഡേവിഡ് നൈനാനിലൂടെ മമ്മൂക്ക പ്രതിനിധീകരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വർഷം ഏറ്റവും പ്രതീക്ഷയർപ്പിക്കുന്ന സിനിമകൾ ഒന്നാണെന്നും ഏറ്റവും സ്റ്റൈലിഷായ സിനിമയെന്ന പ്രതീക്ഷയുമാണ് ഫസ്റ്റ് ലുക്കിനൊപ്പം ദുൽഖർ സൽമാൻ പങ്കുവച്ചത്. ടീസർ പുറത്തു വന്നപ്പോൾ കട്ട വെയിറ്റിംഗ് ആണെന്ന് വെളിപ്പെടുത്തി ദുൽഖർ. ഇപ്പോഴിതാ കഥാപാത്രത്തിന്റെ ലുക്കിൽ ഇഷ്ടമറിയിച്ച ദുൽഖർ ദ ഗ്രേറ്റ് ഫാദറിനായി കാത്തിരിപ്പിലാണെന്നും വെളിപ്പെടുത്തി. ഫസ്റ്റ് ലുക്കും മമ്മൂക്കയുടെ വിവിധ ഗെറ്റപ്പുകളും ടീസറുമാണ് സിനിമയിലുള്ള പ്രതീക്ഷ ഇരട്ടിപ്പിച്ചത്. കഥയോ സസ്പെൻസുകളോ പുറത്തു വരാതിരിക്കാൻ രഹസ്യ സ്വഭാവം നിലനിർത്തിയുള്ള ചിത്രീകരണവും മമ്മൂക്കയുടെ വൻ തിരിച്ചുവരവായിരിക്കും ദ ഗ്രേറ്റ് ഫാദർ എന്ന വിശ്വാസം ഉറപ്പിക്കുന്നു. ഇപ്പോഴിതാ സിനിമയിൽ മമ്മൂക്കയ്ക്കൊപ്പം പ്രധാന റോളിലെത്തിയ ആര്യയുടെ വെളിപ്പെടുത്തൽ നിലവിലുള്ള പ്രതീക്ഷകളെ പതിന്മടങ്ങാക്കുകയാണ്. ചിത്രത്തിൽ പോലീസ് ഓഫീസറായി നെഗറ്റീവ് സ്വഭാവമുള്ള റോളിലാണ് ആര്യ. നവാഗതനായ ഹനീഫ് അദേനിയാണ് രചനയും സംവിധാനവും. വമ്പൻ ആക്ഷൻ സീക്വൻസുകളുള്ള ത്രില്ലറാണ് ദ ഗ്രേറ്റ് ഫാദർ എന്നാണ് ആര്യ പറഞ്ഞത്. ക്ലൈമാക്സിലെ പ്രത്യേക സ്വഭാവമുള്ള ആക്ഷൻ രംഗത്തെക്കുറിച്ചും ആര്യ പറയുന്നു. കൈകൾ പിന്നിൽ കെട്ടിയതിനു ശേഷമുള്ള ഒരു ആക്ഷൻ രംഗമുണ്ടായിരുന്നു. അതിൽ ഡ്യൂപ്പിനെ ഉപയോഗിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. ഈ രംഗം നേരത്തെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് എനിക്ക് കാണാനായത്. പിന്നിലേക്ക് കെട്ടിയ കൈ ഉയർന്നു ചാടി മുന്നിൽ എത്തിക്കുന്നത് കണ്ടപ്പോൾ ജാക്കി ചാൻ സിനിമയാണ് ഓർമ്മ വന്നതെന്നും ആര്യ പറഞ്ഞു. അനായാസം മമ്മൂക്ക ഈ രംഗം ചെയ്യുന്നത് കണ്ടപ്പോൾ അമ്പരന്നുവെന്നും ആര്യ പറഞ്ഞിരുന്നു. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക. നന്ദി.